മോയ്സ്ചറൈസേഴ്സിലും ലോഷൻസിലും ഓയിൽമെന്റ്സിലും സിറപ്പിലുമാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ സ്കിന്നിന് ഒരു ഫ്ലെക്സ്. ഹലോ, ഇത് നമ്മൾ ഡോട്ട് ആൻഡ് കീയുടെ മോയ്സ്ചേഴ്സിനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. ഡോട്ട് ആൻഡ് കീയുടെ കുറേ മോയ്സ്ചേഴ്സ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷെ ഏതൊക്കെ മോയ്സ്ചേഴ്സ് ഏതൊക്കെ സ്കിൻ ടൈപ്പിനാണെന്ന് നമ്മൾ പലർക്കും വലിയ അറിവൊന്നും കാണത്തില്ല. അപ്പൊ നമ്മുടെ കറക്റ്റ് സ്കിൻ ടൈപ്പിന് സ്യൂട്ട് ആവാതെ ചേർന്ന് കുറേ സൈഡ് എഫക്ട്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ഡോട്ട് ആൻഡ് കെയുടെ പോമോഗ്രാനൈറ്റ് ആൻഡ് മൾട്ടി പെപ്റ്റൈഡ് ആന്റി ഏജിങ് മോയ്സ്ചറൈസറിനെ പറ്റിയാണ്. ഇത് ബോത്ത് ബോയ്സ് ആൻഡ് ഗേൾസിന് സ്യൂട്ട് ആണ്. അതേപോലെ തന്നെ ഇത് നോർമൽ സ്കിന്നിനും ഡ്രൈ സ്കിന്നിനുമാണ് ഈ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇത് SPF 30 ഉണ്ട്. അതേപോലെ തന്നെ ഇത് UV പ്രൊട്ടക്ഷൻ ഇല്ല. ഈ മോയ്സ്ചറൈസർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ സ്കിൻ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യാനും അതേപോലെ സ്മൂത്ത് ആക്കാനും അതേപോലെ ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ കുറയ്ക്കാനും എല്ലാമാണ് ഈ ഡോട്ട് ആൻഡ് കെയുടെ പോമോഗ്രാനൈറ്റ് പ്ലസ് മൾട്ടി പെപ്റ്റൈഡ് ആന്റി ഏജിങ് മോയ്സ്ചറൈസർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെയാണ് ടോക്കോഫെറോൾ. ഇതൊരു പ്യുവർ ഫോം ഓഫ് വിറ്റാമിൻ ഇ ആണ്. ഇത് നമ്മുടെ സ്കിൻ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യാനും അതിനകത്ത് സ്ട്രോങ് ആന്റി ഓക്സിഡൻസും ടോക്കോഫെറോളിലുണ്ട്. അതേപോലെ തന്നെ ഇത് സ്കിൻ ഇംപ്രൂവ് ചെയ്യാനും അതേപോലെ തന്നെ സ്കിന്നിൽ മോയ്സ്ചറൈസർ ചെയ്യാനും എല്ലാം ടോക്കോഫെറോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടോക്കോഫെറോൾ നമ്മുടെ സ്കിന്നിൽ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ തന്നെ വഹിക്കുന്നുണ്ട്. ഗ്ലിസറിൻ, നമുക്കറിയാം ഗ്ലിസറിനെ പറ്റിയല്ലേ. നമ്മുടെ സ്കിന്നൊന്ന് സൂത്ത് ആക്കാനും അതേപോലെ തന്നെ മോയ്സ്ചറൈസറുമാണ് നമ്മുടെ സ്കിന്നെ പ്രൊട്ടക്ട് ചെയ്യാനും എല്ലാം ഗ്ലിസറിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ആക്നെയിൽ നിന്ന് നമ്മളെ പ്രിവെന്റ് ചെയ്യാനും എല്ലാം ഗ്ലിസറിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെയാണ് ഡൈമെത്തിക്കോൺ. ഇത് നമ്മുടെ സ്കിന്നിലെ ഡ്രൈനെസ്സും റഫ്നെസ്സും സ്കിൻ ഇറിറ്റേഷനും എല്ലാം പ്രിവെന്റ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ്. ഇതേപോലെ തന്നെ ഇതൊരു നോൺ ടോക്സിക് കെമിക്കൽ ഏജന്റും കൂടെ ആണ്. ഇതാണ് ഹൈലറോണിക് ആസിഡ്. ഇത് സാധാരണയായിട്ട് മോയ്സ്ചറൈസേഴ്സിലും ലോഷൻസിലും ഓയിൽമെന്റ്സിലും സിറപ്പിലുമാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ സ്കിന്നിന് ഒരു ഫ്ലെക്സിബിൾ കിട്ടാനും അതേപോലെ തന്നെ സ്കിന്ന് നല്ല റെഡ്യൂസ്ഡ് പിമ്പിൾസിൽ നിന്ന് റെഡ്യൂസ് ചെയ്യാനും ഒക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഫൈൻ ലൈൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹൈലറോണിക് ആസിഡ് യൂസ് ചെയ്യുന്നത്. അടുത്താണ് ടൈകാർപ്പൈൽ ഈതർ. ഇത് കുറച്ച് ക്വാണ്ടിറ്റി നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അത് സേഫ് തന്നെയാണ് നമ്മുടെ സ്കിന്നിന്. പിന്നെ ഇത് പ്രോഡക്ട്സിൽ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ പ്രോഡക്ട്സ് നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കംഫർട്ട് ആവാനും അപ്ലൈ ചെയ്യാൻ ഈസി ആക്കാനും വേണ്ടിയിട്ടാണ് ഇതൊക്കെ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. ഡോട്ട് ആൻഡ് കെയുടെ പോമോഗ്രാനൈറ്റ് പ്ലസ് മൾട്ടി പെപ്റ്റൈഡ് ആന്റി ഏജിങ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല. ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല. നോർമൽ സ്കിന്നിനും ഡ്രൈ സ്കിന്നിനും യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. എൻ്റെ നോർമൽ സ്കിന്നാണ്, ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ്. നല്ല പ്രോഡക്റ്റാണ്. ഇതാണ് ഡോട്ട് ആൻഡ് കെയുടെ 72 hours മോയ്സ്ചറൈസിംഗ് ഔട്ട് പ്ലസ് പ്രോബയോട്ടിക്സ്. ഇത് ബോത്ത് ബോയ്സ് ആൻഡ് ഗേൾസിന് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് സാധാരണ യൂസ് ചെയ്യുന്നത് ഓയിൽ ഫ്രീ ആൻഡ് കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ഉള്ളവരാണ് ഇത് സാധാരണയായിട്ട് യൂസ് ചെയ്യേണ്ടത്. ഇതിന്റെ 50 ml 165 രൂപയാണ്. 60 ml 25 ml അവൈലബിൾ ആണ്. പിന്നെ ഞാൻ ഇതിന്റെ എല്ലാം ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഇത് ഓയിൽ ഫ്രീ ആണ്, പാരാബൻ ഫ്രീ ആണ്. അതേപോലെ തന്നെ എസെൻഷ്യൽ ഓയിൽസ് ഒന്നും ഇതിനകത്ത് യൂസ് ചെയ്യുന്നില്ല, സൾഫേറ്റും യൂസ് ചെയ്യുന്നില്ല, GMOയും യൂസ് ചെയ്യുന്നില്ല ഇതിനകത്ത്. ഈ മോയ്സ്ചറൈസർ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഇത് സ്കിൻ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യാനും ഹെൽപ്ഫുൾ ആണ്. ഇത് നമുക്ക് ഡെയിലി 2 times യൂസ് ചെയ്യാം. മോർണിംഗിൽ യൂസ് ചെയ്യണം. അതേപോലെ നമ്മൾ മേക്കപ്പ് ഇടുന്നതിന് മുമ്പ് ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ മണ്ടയിൽ മേക്കപ്പ് ഇടാവുന്നതാണ്. ഇത് റെഗുലർ ആയിട്ട് യൂസ് ചെയ്ത് നമ്മുടെ സ്കിൻ നല്ല ഹെൽത്തിയും ആകും. അതേപോലെ തന്നെ ഗ്ലോയിങ്ങും ആകും. ഓയിലി കണ്ടന്റ് നമ്മുടെ ഫേസിലുണ്ടെന്ന് തോന്നത്തേ ഇല്ല. ഓയിലി സ്കിന്നുകാർക്ക് സാധാരണ എക്സസ് ഓയിൽ ഉണ്ടാവുന്നതാണല്ലോ. അത് നമുക്ക് ഈ മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് കഴിയുമ്പോൾ തോന്നത്തില്ല. അതേപോലെ തന്നെ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഗ്ലിസറിനും പോളി അക്രമൈഡും പിന്നെ C30 and 40. ഇത് നമ്മുടെ C30, 40 ഇത് നമ്മുടെ സ്കിന്നില് ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആയിട്ട് ആക്ട് ചെയ്യുകയും നമ്മുടെ സ്കിന്നിനെ സൂത്തനിങ് ചെയ്യാനും സോഫ്റ്റനിങ് ചെയ്യാനും ഹെൽപ്ഫുള്ളും ആണ്. വേറെ ഒരെണ്ണമാണ് യൂറത്ത് 7. ഇതാണെങ്കിൽ കോക്കനട്ട് ഓയിലിൽ നിന്നും ഡിറൈവ് ചെയ്ത ആൽക്കഹോൾ ആണ്.
ഇത് ഡ്രൈനെസ്സിൽ നിന്നും ഒക്കെ പ്രിവെന്റ് ചെയ്യാനും അതേപോലെ തന്നെ ഇതിന്റെ ഫങ്ഷൻ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഫേസിൽ ഒരു ക്ലെൻസിങ് ഏജന്റും ആവും. അതേപോലെ സ്കിന്നിന്റെ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യാനും ഹെൽപ്ഫുൾ ആണ്. ഇത് നോക്കാൻ പോകുന്നത് വിറ്റാമിൻ സി പ്ലസ് ഈ സൂപ്പർ ഡ്രൈ മോയ്സ്ചറൈസർ ഫോർ ഡാർക്ക് സ്പോട്ട്സ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നോൺ സ്റ്റിക്കിയും ആണ്. അതേപോലെ തന്നെ ഓയിലി സ്കിന്നുകാർക്കും നോർമൽ സ്കിന്നുകാർക്കും കോമ്പിനേഷൻ സ്കിന്നുകാർക്കും ബെറ്റർ ആണ്. പക്ഷേ ഡ്രൈ സ്കിന്നുകാർ ഇത് യൂസ് ചെയ്യാൻ പാടില്ല. ഡ്രൈ സ്കിന്നുകാർക്ക് ഇത് സ്യൂട്ടബിൾ അല്ല. 25 ml 315 rupees ആണ്. ഡെയിലി യൂസ് ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അതേപോലെ തന്നെ ഇത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡുമാണ്. ഇത് ടാൻ റിമൂവൽ ചെയ്യാനും അതേ ഈഥൈൽ അബ്സോർബിക് ആസിഡ് ടെർമാനിൻ കക്കാഡോ പ്ലം ഫ്രൂട്ട് എക്സ്ട്രാക്റ്റും ഇതും ഈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഈ മോയ്സ്ചറൈസറിലുണ്ട്. ഇത് നമുക്ക് ആന്റി ഓക്സിഡന്റുമാണ്. അതേപോലെ തന്നെ സ്കിൻ ബ്രൈറ്റനിങ്ങിനും ഹെൽപ്ഫുൾ ആണ്. സൂത്തനിങ്ങിനായിട്ട് അലാറ്റോണിനും പാന്തനോളും ഇതിനകത്ത് ഇൻഗ്രീഡിയന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എക്സ്ഫോളിയന്റ് ആയിട്ട് ലാക്റ്റിക് ആസിഡും. ആക്നെ പ്രിവെന്റ് ചെയ്യാനോ സോഡിയം ആസ്കോറൈൽ ഫോസ്ഫേറ്റും നിയാസിനാമൈഡും ഇതിനകത്ത് ഇൻഗ്രീഡിയന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതും പോരാഞ്ഞിട്ട് ഇതിനകത്ത് ഗ്ലിസറിനും യൂസ് ചെയ്യുന്നുണ്ട്. വേറെ എന്താണ് വേണ്ടത്? സോ ഡാർക്ക് സ്പോട്ട്സ് ഉള്ളവരെല്ലാം ഇത് മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞ ഈ 3 മോയ്സ്ചറൈസും ഏതൊക്കെ സ്കിൻ ടൈപ്പിന് സ്യൂട്ട് ആയിട്ടുള്ളതെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഇനി ഇതനുസരിച്ച് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കാം. സോ താങ്ക് യു ആൻഡ് subscribe my channel.